കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആഭ്യന്തര പോര് പുതിയ തലത്തിലേക്ക്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കസേരയിൽ നിന്ന് ഇറക്കാൻ ലക്ഷ്യമിട്ട് പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം കൂറുമുന്നണി രൂപീകരിച്ച് പടയൊരുക്കം തുടങ്ങിയതായാണ് ലഭിക്കുന്ന സൂചനകൾ. ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങുകളിൽ നിന്ന് മുഖ്യമന്ത്രി സതീശൻ അപ്രത്യക്ഷനായതും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ അദ്ദേഹം തികച്ചും ഒറ്റയ്ക്ക് സന്ദർശനം നടത്തിയതുമെല്ലാം ഈ അണിയറ നാടകങ്ങളുടെ പരസ്യമായ പ്രകടിത രൂപങ്ങളായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് വി.ഡി. സതീശന് ഇനി ഒരു വർഷത്തെ ആയുസ് മാത്രമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി പ്രവചിക്കുന്നത്. സതീശന്റെ ഏകപക്ഷീയമായ പ്രവർത്തന രീതിയിലും ശൈലിയിലും അതൃപ്തരായ ഒരു പറ്റം മന്ത്രിമാരും ഭരണമുന്നണിയിലുണ്ട്. ഈ അതൃപ്തി മുതലെടുത്താണ് ഹൈക്കമാൻഡിലെ കേരളത്തിൽ നിന്നുള്ള ശക്തനായ നേതാവ് കെ.സി. വേണുഗോപാലിന്റെ അനുഗ്രഹാശിസുകളോടെ സതീശനെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗത കൂടിയതെന്നാണ് എ ഗ്രൂപ്പിലെയും വലിയൊരു വിഭാഗം ഐ ഗ്രൂപ്പിലെയും അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി സതീശനെതിരെ നടത്തിയ സ്വതന്ത്ര പോരാട്ടം കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ പുതിയ ആയുധമാണ്. അലോഷ്യസ് ഉന്നയിച്ച ആക്ഷേപങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാൻ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തയ്യാറാകാതിരുന്നത് സതീശൻ വിരുദ്ധ ചേരിക്ക് വലിയ ഊർജമാണ് പകർന്നിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന്റെ രീതിയെ ചോദ്യം ചെയ്യുമ്പോഴും ഉന്നയിച്ച കാര്യങ്ങളിൽ അലോഷ്യസിന് വേണുഗോപാൽ നൽകിയ പരോക്ഷ പിന്തുണ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് നിന്നുള്ള അലോഷ്യസ് സേവ്യർ സതീശന്റെ കൈപിടിച്ചാണ് മുൻപ് കെ.എസ്.യു. അധ്യക്ഷ പദവിയിലെത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ നിർണായക ഘട്ടത്തിൽ അലോഷ്യസ് പെട്ടെന്ന് മനം മാറി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതിന് പിന്നിൽ ഡൽഹിയിൽ നിന്നുള്ള കൃത്യമായ തിരക്കഥയുണ്ടെന്നാണ് സതീശൻ അനുകൂലികൾ ആരോപിക്കുന്നത്. പാർട്ടി വേദികളിൽ പരാതി ഉന്നയിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത് സതീശന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഇതിനിടെ മുൻ കെ.പി.സി.സി. അധ്യക്ഷൻ വി.എം. സുധീരൻ അലോഷ്യസിന്റെ കൈപിടിച്ചു നടത്തിയ പ്രശംസകളും പുകഴ്ത്തലുകളും കോൺഗ്രസിലെ ഉൾപോരിന്റെ ആഴം വർദ്ധിപ്പിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് മുൻപ് മുഖ്യമന്ത്രി സതീശനുമായി പരസ്യമായി ഇടഞ്ഞ സുധീരൻ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ച് തന്റെ വിയോജിപ്പ് ഒരിക്കൽ കൂടി പരസ്യമാക്കി. മുതിർന്ന നേതാക്കളുടെ ഈ പിന്തുണ അലോഷ്യസിന്റെ പിന്നിലുള്ളത് വ്യക്തിപരമായ മോഹഭംഗങ്ങൾ മാത്രമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ അജണ്ടയാണെന്ന് അടിവരയിടുന്നു. മറുവശത്ത് കോൺഗ്രസിലെ പ്രബല നേതാവായ രമേശ് ചെന്നിത്തല ഈ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് തന്ത്രപരമായ അകലം പാലിക്കുകയാണ്. സ്വന്തം വകുപ്പിൽ മിടുക്കനായി വിവാദങ്ങളിലൊന്നും തലവെക്കാതെ ഒറ്റയ്ക്ക് പോകുന്ന രീതിയാണ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. സതീശനെതിരെയുള്ള നീക്കങ്ങളെ അദ്ദേഹം പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പരസ്യമായ ചെളിവാരിയെറിയലിന് നിൽക്കാതെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള സ്വന്തം സാധ്യതകൾ കാത്തു സൂക്ഷിക്കുകയാണ് ചെന്നിത്തലയുടെ ലക്ഷ്യം. മറ്റൊരു മുതിർന്ന നേതാവായ കെ. മുരളീധരനും ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മാറി പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള കണിശതയാണ് പ്രകടിപ്പിക്കുന്നത്.